ഈ യുകെയിലുള്ള റൈറ്റ്സ് ഒക്കെ ഇപ്പൊ നടക്കുന്നത് വലിയൊരു മിസ്ഇൻഫോർമേഷന്റെ പേരിലാണ്. ആ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അപ്പൊ ഈ സൗത്ത് പോർട്ടിലെ സ്റ്റാബിംഗ് മാസക്കർ നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് റൈറ്റ് വിങ്ങിലുള്ള ഇൻഫേമസ് ആയിട്ടുള്ള ഒരു ടോമി റോബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. മൂപ്പരുടെ പണ്ട് ഇസ്ലാമോഫോബിക്കും റേസിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ബാൻ കിട്ടിയ ഒരാളാണ്. അപ്പൊ ഈ ടോമി റോബിൻസൺ ഇതേ സമയത്ത് ഒരു റാലി കണ്ടക്ട് ചെയ്യാണ്. റൈറ്റ് വിങ്ങിലുള്ള ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ അതേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ ആ റാലിയിൽ പങ്കെടുക്കുകയാണ്. വി വാണ്ട് അവർ ബ്രിട്ടൻ ബാക്ക് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇല്ലീഗലായിട്ട് ബ്രിട്ടനിൽ വന്ന മൈഗ്രൻസ് ഒക്കെ തിരിച്ചു പോകണമെന്നാണ് അവരുടെ മെയിൻ ആവശ്യം. അപ്പൊ ഇത് ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു ജെനുവിൻ റീസൺ ആയിട്ട് തോന്നും. ഇല്ലീഗലായിട്ട് ആര് വന്നാലും അവരപ്പൊ പുറത്താക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരു റൈറ്റിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ ഇല്ലീഗലാണോ ലീഗലാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. അവിടെ ഒരു മൈഗ്രന്റ് തന്നെയാണ്. അപ്പൊ ഈ റാലി നടത്തി എന്നുള്ള ഒരു കാരണം കൊണ്ട് ടോമി റോബിൻസിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അയാൾ ബെയിലൊക്കെ വാങ്ങിയിട്ട് സൈപ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തേക്ക് പറക്കുകയാണ്. പിന്നെ ടോമി ചെയ്യുന്നത് സൈപ്രസിൽ ഇരുന്നുകൊണ്ട് എക്സിൽ ഓരോ പോസ്റ്റുകളായിട്ട് ഇടുകയാണ്. അദ്ദേഹം ഇടുന്ന മേജർ പോസ്റ്റുകളും മിസ്ഇൻഫർമേഷനും ഫേക്ക് ന്യൂസുകളുമാണ്. ഒരാളെ സ്റ്റാബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പക്ക ഫേക്ക് ന്യൂസ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് സംഭവിച്ചപ്പോൾ റൈറ്റ് വിംഗിൽ ആൾക്കാർ മൊത്തം ഇറങ്ങുകയാണ്. മൈഗ്രൻസിന് അസൈലം കൊടുത്ത ഹോളിഡേ ഇൻ ഹോട്ടലൊക്കെ അവർ കത്തിക്കാൻ നോക്കുകയാണ്. യുകെന്റെ ചെറുതും വലുതുമായിട്ടുള്ള പല സിറ്റീസിലും ഇവർ പ്രൊട്ടസ്റ്റ് തുടങ്ങുകയാണ്. ചിലതൊക്കെ പീസ്ഫുൾ ആയിരുന്നു, ചിലതൊക്കെ ഭയങ്കര വയലൻസും ആണ്. അപ്പൊ മൊത്തം കുഴപ്പം ഇവരുടെ മാത്രമല്ല, ഇതേപോലെ തന്നെ മൈഗ്രൻസും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാർ മെയിൻ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത് മൈഗ്രൻസിനെ മുസ്ലിം കമ്മ്യൂണിറ്റിനൊക്കെയാണ്. അവരും ഇറങ്ങി തിരിച്ചു. ബ്രിട്ടീഷുകാരെയൊക്കെ ഓപ്പൺ ആയിട്ട് അടിക്കുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം നോക്കേണ്ടത് ആരാണ്, ഹൂ ഈസ് ബെനിഫിറ്റിംഗ് ഫ്രം ദിസ്. ഇംഗ്ലണ്ടിൽ നമുക്കറിയാം പുതിയ ഒരു ഗവൺമെന്റ് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. പ്രൈം മിനിസ്റ്റർ ഒക്കെ പുതിയ ആളാണ്. അപ്പൊ ആർക്കാണോ ഇപ്പൊ ഒരു അൺട്രസ്റ്റ് യൂറോപ്പിൽ ഉണ്ടാക്കേണ്ടത് അവര് ഇപ്പൊ സക്സസ്ഫുള്ളി വിജയിച്ചിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ. അല്ലാതെ ഈ റോഡിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാൾക്കും ഇതിനെ കൊണ്ട് ഒരു ഉപകാരവും വരാനില്ല. ആർക്കാണോ പ്രശ്നം ഉണ്ടാക്കേണ്ടിയിരുന്നത് അവർ അതിൽ വിജയിച്ചു.